ജനനായകന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തെന്നൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പടമാണെങ്കിൽ ജനുവരി 9-ാം തീയതി റിലീസും പറഞ്ഞു, അഡ്വാൻസ് ബുക്കിംഗും തുടങ്ങി, ലക്ഷക്കണക്കിന് ആൾക്കാർ ടിക്കറ്റ് ബുക്കും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും പടം ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിലാണ്. ബുക്ക് മൈ ഷോ ഒന്ന് ബുക്ക് ചെയ്ത പല ആൾക്കാർക്കും റീഫണ്ട് കിട്ടിയെന്നൊക്കെ പറയുന്നത് കേൾക്കും. എന്തായാലും റിലീസിന്റെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനമാവണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ള കോർട്ടിന്റെ ജഡ്ജ്മെന്റ് വരണം. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നോർമലി വിജയ് പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് വിജയ് പടം വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇതെന്താണ്? CBFCക്ക് പടത്തിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഡിസംബർ 8-നെങ്ങാണ്ടാണ് ഇവർ സബ്മിറ്റ് ചെയ്തത്. എന്നിട്ട് അവർ ക്ലീൻ UA തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്ടിരിക്കുന്നത്. അതായത് ഈ 5 ആൾക്കാരുള്ള ഈ കമ്മിറ്റി പടം കണ്ടു, എന്നിട്ട് ക്ലീൻ UA തരാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ പറയുന്നു ഒന്നും കൂടെ റിവിഷൻ ചെയ്യണം, ഒന്നും കൂടെ കാണണം. അതെന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പടത്തിൽ എന്തോ മതവികാരം വ്രണപ്പെടുത്തുന്ന മാങ്ങാണ്ടി ഉണ്ടെന്നാണ്. അതിനാരോ കംപ്ലൈന്റ് ചെയ്തു പോലും. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമായിരുന്നു, പടം സബ്മിറ്റ് ചെയ്തത് CBFCക്കാണ്, അപ്പോൾ കംപ്ലൈന്റ് എവിടെ നിന്ന് വന്നു? അതിനവർ റീസൺ പറഞ്ഞത് പടത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ഫോഴ്സസിന്റെ എംബ്ലമോ ലോഗോ അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്, അതുകൊണ്ട് ഒന്നും കൂടെ റിവിഷൻ ചെയ്തിട്ടേ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇത് കണ്ടു നിൽക്കുന്ന അധികം ഒബ്സർവേഴ്സും പറയുന്നത് മിക്കവാറും കോടതി വിധി ജനുവരി 9-നാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജനുവരി 9-ാം തീയതി പടം കാണണമെന്ന് വെച്ച് 6 മണിക്ക് പുലർച്ചെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമ്മളാരായി? എനിവേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഗൈസ്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.